ബേപ്പൂർ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് തീപിടിച്ചതിനെ തുടർന്ന് കാണാതായ 4 പേർക്കായി തിരച്ചിൽ ഊർജിതം. ആകെ ഉണ്ടായിരുന്ന 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. രക്ഷപ്പെടുത്തിയവരെ ബേപ്പൂർ, മംഗലാപുരം, അഴീക്കൽ തുറമുഖങ്ങളിൽ എത്തിക്കാൻ സാധ്യത. ബേപ്പൂർ തുറമുഖത്ത് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയതായി പോർട്ട് ഓഫീസർ ഹരി അച്യുതവാര്യർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, ഇതിപ്പോൾ 2ാം തവണയാണ് അടുത്തടുത്തായി കേരള തീരത്ത് ചരക്ക് കപ്പലുകൾക്ക് തീപിടിക്കുന്നത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജെനി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ഇതിലാകെ ഉണ്ടായിരുന്നത് 22 ജീവനക്കാരാണ്. 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഇപ്പോഴും മറ്റ് 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഈ 18 പേരിൽ 5 പേർക്കാണ് പരിക്കുള്ളത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക, അവർക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബേപ്പൂർ, മംഗലാപുരം തുറമുഖങ്ങൾ കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. കാരണം ഈ 2 ഇടങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ 2 തുറമുഖത്തിലുള്ളവരോടും കൃത്യമായ സജ്ജീകരണം ഒരുക്കാൻ വേണ്ടി എന്തായാലും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് ബേപ്പൂർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പം മുമ്പ് പോർട്ട് ഓഫീസർ പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ കോഴിക്കോട് ബേപ്പൂർ പോർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയെ കപ്പൽ ഏജന്റ് സമീപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സ്വകാര്യ ആശുപത്രിയോട് ഈ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തിരക്കിയെന്നും അറിയുന്നുണ്ട്. അപ്പോഴും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മംഗലാപുരത്തെ കൊണ്ടുപോകാനാണ് സാധ്യത ഏറെ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ബേപ്പൂർ പോർട്ട് ഓഫീസർ പറഞ്ഞതനുസരിച്ച് ഇവിടെ ബേപ്പൂരെ കൊണ്ടുവരികയാണെങ്കിൽ പുറംകടലിൽ നിന്നും ചെറിയ ബോട്ടുകളിൽ വേണം ബേപ്പൂർ തുറമുഖത്തെ കൊണ്ടുവരാൻ. കാരണം ബേപ്പൂർ തുറമുഖത്ത് വലിയ കപ്പലുകൾ അടുക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയ പ്രതിസന്ധി എല്ലാം കണക്കിലെടുത്ത് നേരെ മംഗലാപുരത്തേക്ക് പോകുന്നതായിരിക്കും ഇവർക്ക് സൗകര്യം എന്നുള്ള കാര്യം കൂടി ഇവരെ പോർട്ട് ഓഫീസർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും മംഗലാപുരത്തേക്ക് ഉള്ള സാധ്യതയും ഏറെയാണ്. ഇങ്ങനെ ഈ ആളുകളെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ ആളുകൾക്ക് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത്. അതോടൊപ്പം തന്നെ കപ്പലിലെ തീ അണയ്ക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ടായിരുന്നത് മ്യാൻമർ, അതേപോലെ തായ്വാൻ, ഇന്തോനേഷ്യ, ചൈന എന്നീ ഇവിടങ്ങളിലെ ആളുകളാണ്. ഇതിൽ ഇപ്പോൾ പരുക്കേറ്റിട്ടുള്ളത് കാണാതായിട്ടുള്ളത് ഇന്തോനേഷ്യ, അതുപോലെ തായ്വാൻ, മ്യാൻമാർ പൗരന്മാരെയാണ്. അങ്ങനെ 4 പേരെയാണ് കാണാതായിട്ടുള്ളത്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. അതേസമയം തീ അണയ്ക്കാനുള്ള ശ്രമവും തുടർന്നുകൊണ്ടിരിക്കുന്നു. 4 കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ദൗത്യത്തിനുള്ളത്. ഈ കപ്പലുകൾ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതേസമയം ഈ അപകടംപ്പെട്ട, അതായത് തീപിടുത്തമുണ്ടായ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിൽ നിന്നും ആളുകളെ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയ കപ്പലിൽ നിന്നും ഇനി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റേണ്ടതുണ്ട്. ശേഷം മാത്രമായിരിക്കും ഈ തുറമുഖത്തേക്ക്, അതായത് ബേപ്പൂരേക്കാണെങ്കിലും മംഗലാപുരത്തേക്കാണെങ്കിലും എത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടിയുള്ള നടപടികളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ കണ്ടെയ്നറുകളിലെ തീ അണയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രതിസന്ധിയാണ്. അതേസമയം 20 കണ്ടെയ്നറുകൾ മുങ്ങി എന്നുള്ള പ്രാഥമിക വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആളുകൾക്കുള്ള രക്ഷാപ്രവർത്തനം, അതായത് ആളുകളുടെ പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിന് തന്നെയാണ് മുൻഗണന നൽകുന്നത്. അതേസമയം തീ പിടിച്ച കപ്പലിൽ തീ അണയ്ക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പലിൽ കണ്ടെയ്നറിലുള്ള വസ്തുക്കളാണ് വിഷാംശ വസ്തുക്കളാണെന്നുള്ള വിവരമാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. തനിയെ തീ പിടിക്കാനും അതേപോലെ തീപിടുത്തം വ്യാപിക്കാനുള്ള സാധ്യതയുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറിലുള്ള എന്ന കാര്യം കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആളുകളെ, ജീവനക്കാരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ബേപ്പൂർ ഒരുക്കിയിട്ടുണ്ട്. ബേപ്പൂരിൽ നിന്നും ഈ പറയുന്ന സ്ഥലത്ത് കടൽ ദൂരത്തേക്കുള്ളത് 78 നോട്ടിക്കൽ മൈലാണ്. അതേസമയം അഴീക്കലേക്കുള്ളത് 44 നോട്ടിക്കൽ മൈലാണ്. പക്ഷെ അഴീക്കലേക്കാട്ടും കൂടുതൽ സാധ്യത ബേപ്പൂരായിരിക്കും. ബേപ്പൂരോ മംഗലാപുരത്തേക്കോ എത്തിക്കാനാണ് നിലവിൽ സാധ്യത.